ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുഹർഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒരു അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. തൃക്കൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് ഗായ്സ് അമ്പലം. ഇതൊരു കേവ് ടെമ്പിളാണ്, അതായത് ഗുഹാക്ഷേത്രം എന്ന് പറയപ്പെടുന്നൊരു ടൈപ്പ് അമ്പലം. ഉള്ളിൽ കയറി തൊഴുതിട്ട് അത് വരാം. ഇവിടുത്തെ ആലൊക്കെ എന്താ പുറത്താണ് വേറെ ടൈപ്പ്. കാണാം ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരാം. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇവിടെ വരുന്നത്. ഒരു വട്ടം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയല്ലാണ് ഉപയോഗിക്കാൻ പാടില്ല. ഉള്ളിൽ കയറണൊക്കെ കാണാം. കർക്കിടക മാസത്തിൻ്റെ എന്ത് സംഭവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഞാൻ തോന്നുന്നുണ്ട് ഗൈസ്. നമ്മൾ കുറേയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. ഗണപതി ഒരു ഗണപതി ഉണ്ട്. സ്റ്റെപ്പ് വഴി മൂലി പോകാൻ പാടും. നമുക്ക് അറിയില്ലല്ലോ അതിനെക്കുറിച്ച്. എവിടെയൊക്കെ പോയി നോക്കാം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഫുള്ള് കല്ല്. 7-ാം നൂറ്റാണ്ടിൽ 8-ാം നൂറ്റാണ്ടിലങ്ങോട്ട് പണി കഴിച്ചതാണെന്നാണ് നമ്മുടെ വിക്കിപീഡിയയിൽ എടുക്കുന്നത്. ഇവിടെ പണ്ട് ബുദ്ധമതക്കാർ ജൈന മതക്കാരൊക്കെ വന്ന് തപസ് ചെയ്തിട്ടുള്ള സ്ഥലം എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ല, ഞാൻ ഇതിൽ വായിച്ചതാ. സൂപ്പർ വ്യൂ ആണ് ഗൈസ്. സൂര്യേട്ടൻ വരാഹി വൈഷ്ണവി കൗമാരി മഹേശ്വരി ഡാമാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ ഇവിടെ പുറം ഭാഗം മാത്രമാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ഗൈസ്. സർപ്പക്കാവ് നോക്ക്, ഫുള്ള് പാറ മാത്രം. നമ്മളങ്ങനെ വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ടൊന്നും അമ്പലത്തിൽ വന്നിട്ട് സംസാരിക്കാൻ പാടില്ലല്ലോ. അത് കാരണമാണ് ഞാൻ സൗണ്ട് കുറച്ച് സംസാരിക്കണേ. ഓ ഗൈസ് ഗൈസ് ഗൈസ്, ഒരു മയിൽ അമ്പലത്തിൽ എന്നെ കണ്ട് പേടിച്ചൊരു പേരിലേക്ക്. നമ്മളതിനെ പേടിപ്പിക്കാൻ പാടില്ലല്ലോ. ഒരു മിനിറ്റ് ഗൈസ്, അമ്പലത്തിൻ്റെ തൊഴുതിട്ട് വരാം. അതെന്തൊക്കെയാലും സോറി, അതൊക്കെ എന്തൊക്കെയാലും ഭയങ്കര സർപ്രൈസ് സാധനമായിരുന്നു. നടന്നു വരുമ്പോൾ മയിലിനൊക്കെ കാണുന്നു ഞാൻ വിചാരിച്ചില്ലേ ഗൈസ്. പക്ഷെ ചാടി ബദരി ചാടി കാണാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. അത് പറന്നു പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും പറന്നു പോയിട്ടാ. അതിന് കിട്ടിയ സൂപ്പറായിട്ട് കാണായിരുന്നു. ഇങ്ങോട്ട് വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നു. ഓ, മറ്റേ വേഴ്സ് ദ ടെമ്പിൾ എന്നൊക്കെ പറയണ ടൈപ്പ് സ്റ്റെപ്പൊക്കെ ഉള്ള സ്ഥലം. എന്താണ് ഗൈസ്, ഞാനുള്ളിലേക്ക് പോകുന്നത് സർപ്പക്കാവ്. എന്തൊക്കെയാലും മയിൽ അവിടെ നിൽക്കുന്നുണ്ട്.
നിൽക്കണ്ടോ നോക്കാം. ഉണ്ട് ഉണ്ട് കൈസ് ഉണ്ട് ഉണ്ട് കാണാണ്ട കണ്ട മതിൽ പറന്ന് പോയിട്ടില്ല മതിയായിരുന്നു. പതുക്കെ നടന്നു നോക്കാം പോകാനേ പറക്കല്ലേ. നമ്മുടെ തൃക്കൂരി ശിവക്ഷേത്രത്തിൽ കണ്ട മയിലാണ് കഴിച്ചത്. ഇങ്ങനെ നിൽക്കണ്ട് ദിവസത്തെന്നറിയില്ല. അത്ര അടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട് കഴിച്ചത്. ഫോണിലാണ് പറഞ്ഞു ഉയ്യോ ഇവിടെ ഭയങ്കര കാട് പോലത്തെ സ്ഥലട്ടോ. കണ്ടാ അതങ്ങോട്ട് പറന്നു പോയിച്ച വെടി വെട്ടിക്ക് കുറച്ചാടൊക്കെ ഭയങ്കര കാട് പോലത്തെ സ്ഥലമാണ്. ഭയങ്കര കാടുണ്ട് വയസ്സ്. നമ്മളിനി ഇവിടെ നിൽക്കുന്ന പാമ്പ് ഒക്കെ ഉള്ള സർപ്പക്കാവുള്ള സ്ഥലമാണ്. നമ്മളാദ്യം കണ്ട ഏതാണ് അമ്പലം, ഫുൾ ഹിഡൻ അമ്പലം എന്നൊക്കെ പറയാൻ പറ്റിയ പോലെ കാട് പിടിച്ച് പോയത്. ഏതൊരു ഡവ് ഇൻസ്റ്റയിൽ ഇട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലിട്ടുണ്ടായിരുന്നു ഹിഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് കാട് പിടിച്ച് പോയൊരു ഹിഡൻ ടർഫ് എന്ന് പറഞ്ഞിട്ട് കാട് പിടിച്ച് പോയൊരു ടർഫിൻ്റെ ഉപേക്ഷിച്ച് പോയൊരു ടർഫിൻ്റെ വീഡിയോ. അതുപോലെ സംഭവം അവിടെയൊക്കെ കാട് പിടിച്ചിട്ടുണ്ട്. ഇതേമാതിരി ഞാൻ ഹിഡൻ ഡെൻ്റൽ ക്ലിനിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ വേണമെന്ന് വെച്ചാൽ വീഡിയോ നിങ്ങൾ പറ്റി കഴിഞ്ഞാൽ എടുത്തിടാം. നോക്കട്ടെ, ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല, പുറത്ത് ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ട് ശയനപ്രദക്ഷിണി വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉള്ളിൽ കയറിയിട്ടില്ല ഞാൻ ഇതുവരെ. അവിടെ ഒരു ഗൈസ് വരുമ്പോൾ അയ്യപ്പൻ നമ്മളങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാനുള്ള പള്ളി ശരിക്കും അതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നു മാത്രം. ഇതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഇവിടെ ഇതിലൂടെ അങ്ങനെ കല്ല്. പക്ഷേ ഇവിടെ നിന്ന് വ്യൂ വേറെ ലെവലാട്ടാ. ടെൻഷൻ അവിടെ എന്തോ ഗ്രൗണ്ട് പോലെ സ്ഥലമൊക്കെ ഉണ്ട്. സൂപ്പർ. വീണ്ടും നമ്മൾ സർപ്പക്കാവിൻ്റെ അടുത്ത് നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ബാക്ക് വശം ഗൈസ്. ഇതിലൂടെ കയറിപ്പോവും. നമുക്ക് ഇതിലൂടെ കയറിപ്പോയി നമ്മുടെ അടച്ചിട്ടൊക്കെ ഗൈസ്. എന്തൊരു വലിയ പാറകളാണ് ഇവിടെ. പണ്ട് വലിയ ഏതോ സന്യാസിമാരൊക്കെ തപസ്സിരിക്കാൻ വന്നു പറഞ്ഞ സ്ഥലമാണിത്. ഇതെന്തൊരു ചെടി, കുറേ ചെടികൾ ചേർന്നിട്ടുള്ളൊരു മരം തോന്നുന്നുണ്ട്. പാറയുടെ ഉള്ളിൽ ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ നിറച്ച് മയിലുകളാണ് ഗൈസ്. മയില് മഴക്കാലമായി കാരണേ ഈ ഇങ്ങനത്തെ കല്ലുമൊക്കെ നല്ല വഴുക്കായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നവർ നോക്കി നടക്കുക, അല്ലെങ്കിൽ വഴിക്ക് വീഴാൻ സാധ്യതയുണ്ട്. അത് നേരത്തെ കാണിച്ച സ്റ്റെപ്പ് കണ്ട എന്തൊക്കെയോ കുറേ ചെടികൾ, മരം. ആലല്ലേ വേറെന്തോ മരം, ആലാണെന്ന് എനിക്കറിയില്ല. വേറെ ടൈപ്പ് വല്ല ആലുകളൊക്കെ ഇരിക്കും. ഇവിടെ നിന്നൊക്കെ വേറെ ലുക്ക് കിട്ടാണ്.
നിറച്ച് മയിലുണ്ട് കേട്ടോ. നോക്കാം, നോക്കിയിട്ട് വരാം ഗൈസ്. ഞാൻ ഈ നടക്കണം മഞ്ചാടിക്കുരു കുറേ നാളായി. ഇതൊക്കെ ഇവിടെ നിന്നാണ്. ഇവിടെ മഞ്ചാടി മരൊന്നും കാണാനില്ല തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ മഞ്ചാടിക്കുരു ഉണ്ട്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. നട തുറന്നു തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം ഗൈസ്. പിന്നെ ഗൈസ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ് വഴിപാടുണ്ട്. അത് നടത്തിയ ശ്വാസം മുട്ട് മാറും എന്നാണ് വിശ്വാസം. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു. നല്ലൊരു സ്ഥലമാണ് ഗൈസ്. എന്തൊക്കെയല്ലേ ഒന്ന് തൊഴുതു സന്തോഷം. ഓക്കെ ഗൈസ്, ഇനി പോവാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.